ഇവിടെ ജെസിക്ക എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരുടെ ഇരട്ട സഹോദരിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവരുടെ ഇരട്ട സഹോദരി വലിയ കാര്യത്തിൽ ജെസിക്ക നീ വലിയ പഞ്ച്വലാണല്ലോ എന്ന് പറയുന്നു. അതിനുശേഷം ജെസിക്ക തൻ്റെ ഇരട്ട സഹോദരിയെ പോലെ വേഷം മാറുന്നു. അതിനുശേഷം കാണിക്കുന്ന ജെസിക്കയും അവളുടെ സഹോദരിയുമാണ്. അവരുടെ സംസാരത്തിൽ നിന്നും അവർ തമ്മിൽ എന്തോ കരാറുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ജെസിക്കയുടെ സഹോദരി അവൾക്കൊരു ക്യാപ്പ് കൊടുത്തതിന് ശേഷം പറയുകയാണ്, നീ ഈ ക്യാപ്പും ഇട്ട് മെക്സിക്കോയിലെ ഒരു ഹോട്ടലിൽ പോയി ഇരിക്കണമെന്ന്. അവിടെ ഒരാൾ വരും, അവരുമായി ക്യാപ്പ് എക്സ്ചേഞ്ച് ചെയ്യണമെന്നു. തൊപ്പിക്കുള്ളിൽ എന്താണെന്ന് ജെസിക്ക ചോദിച്ചെങ്കിലും അത് നീ അറിയേണ്ട ആവശ്യമില്ല എന്ന് ജെസിക്കയുടെ സഹോദരി പറഞ്ഞു. അതിനുശേഷം ജെസിക്കയുടെ സഹോദരിയുടെ കാറിൽ ജെസിക്ക മെക്സിക്കോയിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. അടുത്ത സീനിൽ ഒരു തെരുവും അവിടുത്തെ ഒരു ഹോട്ടലിൽ ജെസിക്ക ഇരിക്കുന്നതും അവിടേക്കൊരു വെയിറ്റർ വരുന്നതും ഇനിയും നിങ്ങൾ ഓർഡർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കിവിടെ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അതിനാൽ തന്നെ ജെസിക്ക ഒരു ജ്യൂസ് ഓർഡർ ചെയ്യുന്നു. അപ്പോഴേക്കും ഒരാൾ വന്ന് ക്യാപ്പ് എക്സ്ചേഞ്ച് ചെയ്യേണ്ട കാര്യം പറഞ്ഞു. അതിനുശേഷം അയാൾ ക്യാപ്പ് എക്സ്ചേഞ്ച് ചെയ്ത് അവിടെ നിന്ന് പോകുന്നു. ജെസിക്കയുടെ സഹോദരി പറഞ്ഞായിരുന്നു ക്യാപ്പ് ഒരിക്കലും ഊരരുതെന്ന്. അതുകൊണ്ട് തന്നെ ജെസിക്ക അത് ഊരാതെ നിന്നു. പക്ഷേ പോകുന്ന വഴിക്ക് പോലീസുകാർ കാർ ചെക്കിംഗ് ഉണ്ടായിരുന്നു. ജെസിക്കയുടെ കാറും ചെക്ക് ചെയ്തു. ജെസിക്കയുടെ സഹോദരിയുടെ ഐഡൻറ്റിറ്റിയിലാണ് ഇപ്പോൾ ജെസിക്ക മെക്സിക്കോയിലേക്ക് പോയിരിക്കുന്നത്. അതിനാൽ തന്നെ ID എടുത്ത് കാണിക്കാൻ പറഞ്ഞപ്പോൾ ജെസിക്ക എടുത്ത് കാണിച്ചു. അതിനുശേഷം ബാഗ് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ജെസിക്ക ശരിയെന്ന് പറഞ്ഞു. പക്ഷേ വെപ്രാളത്തിൽ ബാഗിലെ സാധനങ്ങളെല്ലാം പുറത്തുപോയി. എങ്കിലും അതെല്ലാം ശരിയാക്കി ഒരു വിധത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതി ജെസിക്ക പോകുമ്പോൾ ഒരു പോലീസുകാർ അവളുടെ പുറകെ ഇനി രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ഉറപ്പാക്കി അവൾ കാർ നിർത്തി. അതിൽ നിന്നും ഒരു പോലീസുകാരൻ ഇറങ്ങി വന്ന് അവളോട് തൻ്റെ ID ഒന്നും കൂടി കാണിക്കാമോ എന്ന് ചോദിച്ചു. അത് കേട്ട് തൻ്റെ ബാഗിൽ തപ്പിയെങ്കിലും അവൾക്ക് ആ പേഴ്സും IDയും കിട്ടിയില്ല. ഉടനെ തന്നെ പോലീസുകാരൻ ഒരു പേഴ്സ് എടുത്ത് കൊടുത്തതിന് ശേഷം പറഞ്ഞു, ഇത് നിങ്ങൾ അവിടെ വെച്ച് മറന്നുപോയതാണെന്ന്. അതിനുശേഷം ആ പോലീസുകാരൻ അവളെ പഞ്ചാര അടിക്കുന്ന രീതിയിൽ പറഞ്ഞു, ഇതാണ് എൻ്റെ നമ്പർ, അടുത്ത പ്രാവശ്യം മെക്സിക്കോയിലേക്ക് ഷോപ്പിങ്ങിന് വരുമ്പോൾ ഇതിൽ വിളിച്ചാൽ മതി, എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ കാണുമെന്ന്. അവിടെ നിന്നെല്ലാം രക്ഷപ്പെട്ടു വന്ന ജെസിക്കയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത്. അവൾ ആ പോലീസുകാരൻ തന്ന നമ്പർ നോക്കി വലിച്ചു കീറി കളഞ്ഞു. അതിനുശേഷം അതവൾ കീറി ഡസ്റ്റ്ബിനിലേക്ക് ഇട്ടതിന് ശേഷം തൻ്റെ സഹോദരിയുടെ വീടിൻ്റെ വാതിൽ മുട്ടി. സഹോദരി ജെസിക്ക പറഞ്ഞു, നമ്മുടെ ഡീൽ ഇതോടെ അവസാനിച്ചു. സഹോദരി പറഞ്ഞു, നമ്മുടെ ഡീൽ അനുസരിച്ച് നീ ഇതാരോടും പറയില്ല എന്ന് ഞാൻ കരുതുന്നു.